ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ വന്നിട്ടുള്ളത് 2 സ്വീറ്റ് റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ട് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് 2 റെസിപ്പിയും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 5 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത്. സാധാ അരിപ്പുട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിവിടെ ഇന്ന് ബാക്കി വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രഷ് പുട്ട് വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് തേങ്ങ ചേർക്കാറില്ല. അത് എത്ര അളവിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചു കൊടുക്കുക. കട്ടല്ലാത്ത രീതിയിൽ വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ഉരുകി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുട്ടുപൊടി സോഫ്റ്റായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി പുട്ടിയിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിപ്പോൾ തന്നെ ചട്ടുകം വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. നമുക്ക് സോഫ്റ്റായിട്ടുള്ള ലഡുവാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുള്ള പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഏലക്കയുടെ തൊലിയാണ്. ഒരു 5 ഏലക്കയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. 5 ഏലക്കയുടെ തന്നെ കുരു പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കാനായിട്ട് പോകുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ലഡുവിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. ഈ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ്. ഞാൻ ചേർക്കുന്നത് പിസ്തയുടെ എസൻസും പ്ലസ് ഗ്രീൻ ഫുഡ് കളറാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ സാധാ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ലഡുവിന് ഒരു മഞ്ഞ കളറ് കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്ക് നൂല് പരുവം വരികയാണെങ്കിൽ അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു അളവിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ പുട്ടുപൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് പുട്ടുപൊടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മറ്റൊരു റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് രണ്ടും കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഇളം ചൂട് കൊടുക്കാൻ തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ ബോൾസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിത് വെച്ചിട്ട് ഒരു 5 ലഡുവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇളം ചൂടോടൊക്കെ തന്നെ ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ നമുക്ക് ഉരുട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഇത് ഞങ്ങൾ മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കൂരം വറുത്തതെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക. സാധാരണയായിട്ട് പച്ചരി കുതിർത്ത് പൊടിച്ചിട്ടാണ് ഇത് തയ്യാറാക്കാറുള്ളത്. എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് പുട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ചുവട് കട്ടിയുള്ള ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനായിട്ട് പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ തന്നെ കരിഞ്ജീരകം, പിന്നെ തേങ്ങ ചിരവിയത് 1/2 കപ്പ്, വേപ്പില ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ കൂരം വറുത്തത് തയ്യാറാക്കി എടുക്കാൻ.
അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ കൂടെ ഇത് ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. സാധാരണ നമ്മൾ കൂര വറുക്കുമ്പോൾ അതിൽ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നാൽ നമ്മൾ ഇതിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് കൂര വറുത്തത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നല്ലേ നോക്കണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിൽ കട്ട ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ എന്നിങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കുക. ഈ പുട്ടുപൊടിയിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോണ വരെ ഇത് വറുത്തെടുക്കുക. പിന്നെ ഇത് നമുക്ക് എത്ര കാലം വരെയെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി കഴിഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഈ കൂരം വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ 2 റെസിപ്പി ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.